നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടെ മിക്ക മേഖലകളിലെയും ഭാരതത്തിന്റെ വളർച്ച അവിശ്വസനീയമായിരുന്നു. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ഒന്നാമതാവാൻ ഇനി 3 പടികൾ മാത്രം. അതെ, ഇന്ത്യ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുകയാണ്. IMFന്റെ 2025 ഏപ്രിലിലെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് പതിപ്പ് അനുസരിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2025-ൽ 6.2%, 2026-ൽ 6.3% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം പ്രഖ്യാപിച്ചതുപോലെ IMF ഡേറ്റ പ്രകാരം ഇന്ത്യ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുകയാണ്. നീതി ആയോഗിന്റെ 10ാമത് ഗവർണിംഗ് കൗൺസിൽ യോഗത്തിന് ശേഷം നിലവിലെ ജിയോപോളിറ്റിക്സ് അതുപോലെ സാമ്പത്തിക കാലാവസ്ഥയും ഇന്ത്യക്ക് അനുകൂലമാണെന്നും ഇപ്പോൾ നമ്മൾ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയും $4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയുമാണെന്നും സുബ്രഹ്മണ്യം പറയുകയുണ്ടായി. IMFന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ GDP നിലവിൽ ജപ്പാന്റെ $4.186 ട്രില്യൺ മറികടന്ന് $4.187 ട്രില്യൺ ആണ്. ഇന്ന് ഇന്ത്യ ജപ്പാനേക്കാൾ വലുതാണ് എന്നും IMF ഡേറ്റ ചൂണ്ടിക്കാണിച്ച് സുബ്രഹ്മണ്യം പറഞ്ഞു. GDP വലുപ്പത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ 3 രാജ്യങ്ങൾക്ക് പിന്നിലാണ്. മുന്നിലുള്ളത് $30.51 ട്രില്യൺ USA, $19.23 ട്രില്യൺ ചൈന, തൊട്ടു പിന്നാലെ ജർമ്മനി $4.74 ട്രില്യൺ. ഇന്ത്യയുടെ തൊട്ടു പിന്നാലെയുള്ളത് $3.38 ട്രില്യൺ GDPയുമായി UK ആണ് 5ാം സ്ഥാനത്ത്. ഇന്ത്യയുടെ GDP നിലവിൽ 7 മടങ്ങാണ് എന്നത് ശ്രദ്ധേയമാണ്. IMFന്റെ 2025 ഏപ്രിലിലെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് പതിപ്പ് അനുസരിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2025-ൽ 6.2%, 2026-ൽ 6.3% വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ആഗോളതലത്തിൽ മറ്റ് പ്രാദേശിക എതിരാളികളെക്കാൾ ശക്തമായ ഒരു ലീഡാണ് നിലനിർത്തുന്നത്. അതുപോലെ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിന്റെ ഏപ്രിൽ 2025 പതിപ്പ് 2025 ജനുവരിയിലെ അപ്ഡേറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2025 പ്രവചനത്തിൽ കുറഞ്ഞ പരിഷ്കരണം കാണിക്കുന്നു. ഇത് വർദ്ധിച്ചുവരുന്ന ആഗോള വ്യാപാര പിരിമുറുക്കങ്ങളുടെയും വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വത്തിന്റെയും ആഘാതമാണ് പ്രതിഫലിപ്പിക്കുന്നത്. GDP വലുപ്പത്തിൽ നാമമാത്രയായ ഇന്ത്യയുടെ പുരോഗതി ഉണ്ടായിരുന്നിട്ടും ആഗോളതലത്തിൽ പെർ ക്യാപിറ്റ റാങ്കിംഗ് ലോകത്ത് 144ാം സ്ഥാനത്താണ്. IMFന്റെ കണക്കനുസരിച്ച് ഇത് $2,850 മുതൽ $2,900 ആണ്. ഇത് ചില ചെറിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പെർ ക്യാപിറ്റ നിരക്കിന്റെ കാര്യത്തിൽ ആദ്യ 3 രാജ്യങ്ങൾ ഇനി പറയുന്നവയാണ്. ഒന്നാമതായി $1,41,080 ലക്സംബർഗ്, സ്വിറ്റ്സർലാൻഡ് $1,11,716, പിന്നാലെ അയർലൻഡ് $1,07,243 എന്നിവയാണ്. വളർന്നു വരുന്ന വിപണികളുടെയും അതുപോലെ വികസ്വര സമ്പദ് വ്യവസ്ഥകളുടെയും കൂട്ടത്തിൽ 2025 മുതൽ 2050 വരെയുള്ള കാലയളവിൽ ചൈനയുടെ GDP വളർച്ചയിൽ പ്രത്യേകിച്ച് കുത്തനെയുള്ള ഇടിവ് കാണിക്കും എന്നാണ് പറയപ്പെടുന്നത്. 2016 മുതൽ 2018 വരെയുള്ള ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് 2.7% പോയിന്റുകളുടെ ഇടിവാണ് സൂചിപ്പിക്കുന്നത്. അതായത് പ്രതികൂലമായ ഡെമോഗ്രാഫിക്സ്, അതായത് ജനസംഖ്യാശാസ്ത്രത്തെയും അതുപോലെ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമതയിൽ വളരെ പെട്ടെന്നുള്ള വർധനവിന്റെ യുഗത്തിന്റെ അവസാനത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രത്യേക ഇടിവിന് ചൈന സാക്ഷ്യം വഹിക്കുമെന്നാണ് IMF 2025 ഏപ്രിലിലെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. 2025-2050 കാലയളവിൽ ചെറിയ വളർച്ചാ ഇടിവ് ഏകദേശം 0.7% ഇടിവ് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ രാജ്യം അതിന്റെ ജനസംഖ്യാപരമായ വഴിത്തിരിവ് മറികടക്കുമ്പോൾ 2050-2100 ഈ ഇടിവ് കൂടുതൽ രൂക്ഷമാകുമെന്നാണ് പറയപ്പെടുന്നത്. ജനസംഖ്യാപരമായ ലാഭവിഹിതം തിരിച്ചടിയായി മാറുന്നതോടെ നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളും വളർച്ചയിൽ കുത്തനെ ഇടിവ് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.